യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈ സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറൻസ് പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പാറ്റേണിൽ മാറി മാറി വരുന്ന ലൈറ്റ് സ്പോട്ടുകളും ഡാർക്ക് സ്പോട്ടുകളുമാണ് കാണപ്പെടുന്നത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് കാരണവും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് കാരണവുമാണ് അവ ഉണ്ടാവുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ അടുത്തടുത്തുള്ള രണ്ട് ബ്രൈറ്റ് സ്പോട്ടുകൾ തമ്മിലുള്ള ദൂരമാണ് കാണാൻ പോകുന്നത്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത്. അടുത്തടുത്തുള്ള രണ്ട് ബ്രൈറ്റ് സ്പോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ഡാർക്ക് സ്പോട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയോ ആണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് റേസും ഇവിടെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബ്രൈറ്റ് സ്പോട്ട് ആയതിനാൽ ഇവിടെ നടക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് വേവുകൾ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് നടക്കണമെങ്കിൽ ആ വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരം ഇതിനേക്കാളും കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാവും. ഈ എക്സ്ട്രാ ഡിസ്റ്റൻസിനെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ പാത്ത് ഡിഫറൻസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്തിന് ഈക്വൽ ആണെങ്കിൽ എപ്പോഴും കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് ആയിരിക്കും നടക്കുന്നത്. ഇവിടെ m 0 ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. അതിനാൽ നമുക്ക് സെൻട്രൽ ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും ലഭിക്കുന്നത്. m 1 ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ സൂം ചെയ്യുകയും ശേഷം ഇവിടുന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയും ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്ക്രീനിലേക്കുള്ള ദൂരവും അതുപോലെ ഇവിടുന്ന് സ്ക്രീനിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എക്സ്ട്രാ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഈ കംപ്ലീറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ ഈ ആംഗിൾ തീറ്റ എന്നാണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ എന്നായിരിക്കും വരുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ ഈ ആംഗിൾ തീറ്റ എന്നായിരിക്കും വരുന്നത്. ഇത് ട്രയാംഗിളിന്റെ ഹൈപ്പോടെന്യൂസ് ആണ്. അതിന്റെ ലെങ്ത് d ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയതിനാൽ നമുക്ക് ഇവിടെ d സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ്. ഈ കേസിൽ പാത്ത് ഡിഫറൻസ് എന്നത് ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ തീറ്റ വളരെ ചെറിയ ആംഗിൾ ആണ്. ആംഗിൾ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടുന്ന് നമുക്ക് തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇത് ചെറിയ ആംഗിൾ ആയതിനാൽ ഈ ലെങ്ത് വളരെ ചെറുതായിരിക്കും. അതിനാൽ നമുക്കിതിനെ ഒരു ആർക്കായി കൺസിഡർ ചെയ്യാം. ഇതാണ് ആർക്ക് ലെങ്ത് ഫോർമുല. ഇവിടെ ആർക്ക് ലെങ്ത് ബീറ്റയ്ക്ക് ഈക്വൽ ആണ്. റേഡിയസ് ക്യാപിറ്റൽ D ആയിരിക്കും. തീറ്റയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്തിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ലഭിക്കുന്നു. ആർക്ക് ലെങ്ത് ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ടാൻ തീറ്റയാണ് കാണുന്നതെങ്കിൽ തീറ്റ ചെറിയ വാല്യൂ ആയതിനാൽ ടാൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഈ രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്തിന് സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതാണ് അടുത്തടുത്തുള്ള രണ്ട് ബ്രൈറ്റ് സ്പോട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അടുത്തടുത്തുള്ള രണ്ട് ഡാർക്ക് സ്പോട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ഇത് തന്നെയായിരിക്കും.